ഹലോ ഫ്രണ്ട്സ്, ബി കെ എഡിറ്റൊക്കെ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നേച്ചർ അനിമേഷൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നല്ല വീഡിയോ കേൾക്കാം. അതിനു മുമ്പ് നിങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണും കൂടി അമർത്തി ഓണം തന്നെ എനേബിൾ ചെയ്തിട്ടേക്ക്, എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ പാർട്ട് 1 അതായത് ഒരു കൊക്കിനെ പറപ്പിക്കുന്നത് ചെയ്തിരുന്നു. നമുക്ക് ആവശ്യമുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻട്രോ ആണ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ മുന്നേ ചെയ്ത് വെച്ചിരുന്നു ഇൻട്രോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ ഒരു വിത്ത് മുളച്ച് വരുന്നത്, അതായത് സീഡ് ജെർമിനേഷൻ നമ്മൾ ആദ്യം കാണിക്കും. അതിന് ശേഷം നമ്മൾ അവിടെ അങ്ങനെ എഴുതി കാണിക്കണം. അതായത് വെൽക്കം ടു നേച്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി കാണിക്കും. അപ്പോൾ അതാണ് നമ്മളെ ഇൻട്രോ. ഓക്കെ, ഞാൻ ചെയ്തത് നിങ്ങൾക്ക് കാണാം. ഇവിടെ ട്യൂബിൽ നിങ്ങൾക്ക് കാണാം. അത് ഞാൻ ചെയ്തത് അത്ര മാത്രമേ ഉള്ളൂ. സീഡ് ജെർമിനേഷൻ്റെ ഓരോ സ്റ്റെപ്പുകൾ ഇങ്ങനെ ഫ്രെയിമിൽ വെറുതെ കൊടുത്തു, അത്രയേ ഉള്ളൂ. ഓരോ ഫ്രെയിമായിട്ട് നമ്മളത് അങ്ങനെ ഓരോ 25 പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. ആ 25 പിക്ചേഴ്സും ഓരോ ഫ്രെയിമിൽ കൊണ്ടുപോയി കൊടുത്തു, അത്രയേ ചെയ്തിട്ടുള്ളൂ. ഇതാ നിങ്ങൾക്ക് തന്നെ കാണാം. അപ്പോൾ ഞാൻ പിക്ചേഴ്സൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ കൊടുത്തേക്കാം. നിങ്ങളപ്പോൾ അവിടെ നിന്ന് കയറി ഡൗൺലോഡ് ചെയ്തെടുത്തോളൂ. എന്നിട്ട് ഇങ്ങനെ ഓർഡറിൽ 25 എണ്ണം അത് ഞാൻ കൃത്യം ഓർഡറിൽ കൊടുക്കണം. 1, 2, 3 എന്നുള്ള ഓർഡറിൽ കൊടുക്കണം. അങ്ങനെ കൊടുത്താലേ കറക്റ്റായിട്ട് ഇമേജായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ ഒരു കാര്യം ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ വെൽക്കം ടു നേച്ചർ എന്നൊരു ഇൻട്രോ കഴിഞ്ഞിട്ട് നമ്മൾ എഴുതി കാണിക്കണം. അത് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സീൻ എക്സ്ട്രാക്ട് ചെയ്യണം. അടുത്ത സീനിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത സീൻ ഓപ്പൺ ആയിട്ട് കിട്ടും. ഇതുപോലെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമുക്കൊരു പിക്ചർ കൊണ്ടുവരണം. അതായത് ഞാൻ ലിബർ ഓഫീസ് പോയി ടൈപ്പ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തതാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇമ്പോർട്ട് പിറ്റ് മാപ്പ് എന്ന ഓർഡറിൽ വന്നിട്ട് അതെടുക്കുക. ഓക്കെ, ഇതാണ് നേച്ചറിൻ്റെ ആയതുകൊണ്ട് ഞാൻ ഒരു ഗ്രീൻ കളറൊക്കെ കൊടുത്തെടുത്തു. അപ്പോൾ ഇതുപോലെ ലിബർ ഓഫീസ് പോയി ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ബോക്സൊക്കെ വരച്ച് ടൈപ്പ് ചെയ്ത് കളറൊക്കെ കൊടുത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫ്രെയിമിൽ സെക്കൻഡ് ഫ്രെയിമിലേക്ക് ഞാൻ ഇത് കൊടുത്തു. വെൽക്കം ടു നേച്ചർ എന്നൊരു ഹെഡിങ് കൊടുത്തു. ഇനി നമുക്ക് എത്ര ടൈം വേണമെന്നുള്ളതിനനുസരിച്ചാണ്. ഇത് നമുക്കൊരു 30 ഫ്രെയിമിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യണം. അതിനുള്ളൊരു ഷോർട്ട് കട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സ്റ്റെൻഡ് ഫ്രെയിം എന്ന് പറഞ്ഞിട്ട്. ഇതായി 3 ചതുരപ്പെട്ടിയിൽ നടുവത്തെ എക്സ്റ്റെൻഡ് ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു 30 തവണ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 30 ഫ്രെയിം നമ്മൾ ആഡ് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ നമ്പർ കൂടുന്നതും കുറയുന്നതൊക്കെ. പിന്നെ ഇവിടെ 30 ഫ്രെയിം ആക്കിയിട്ടുണ്ട്. ഇത് പ്ലേ ആകുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് കാണുകയുള്ളൂ. എത്ര ടൈം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ കാണാം. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ നേരത്തെ മറ്റേതിൻ്റെത് ഞാൻ ഫ്രെയിം പെർ സെക്കൻഡ് 2 കൊടുത്തിരുന്നത്. അത് അറ്റ്ലീസ്റ്റ് ഒരു 10 കൊടുക്കുക. 10 കൊടുത്തു. ഇനി നിങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് സീൻ എണ്ണമൊക്കെ കറക്റ്റായിട്ട് കാണാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, മറ്റേതിൽ അതായത് ഇപ്പോൾ ഈ സീൻ 1 ഓരോ ചെടി ഇങ്ങനെ ഗോ ചെയ്ത് വരുന്നതില്ലേ, ഇതിൽ ഫ്രെയിം പെർ സെക്കൻഡ് കൊടുക്കേണ്ടത് എത്രയാണെന്ന് വെച്ചാൽ 2 കൊടുക്കേണ്ടത് ഫ്രെയിം പെർ സെക്കൻഡ്. അതായത് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഫ്രെയിം പെർ സെക്കൻഡ് ഞാൻ ഇതിൻ്റെ കൊടുത്ത് 10. അതുപോലെ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ പ്ലെയറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഫ്രെയിം പെർ സെക്കൻഡ് പറഞ്ഞിട്ട് അവിടെ കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ 2 കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത സീനിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഇവിടെ അങ്ങനെ കുറഞ്ഞിട്ടുണ്ടാവും. അത് നിങ്ങൾ നോക്കണ്ട, അതൊരു 10 കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ടൂൾ കാണാം. ഇവിടെ റീസെറ്റ് വർക്ക് സ്പേസ് എന്ന് പറഞ്ഞിട്ട് ആ ടൂളിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കുറച്ചുകൂടി വലുതായി കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടതനുസരിച്ച് അതുപോലെ വലുതാക്കി എടുക്കാം. പിന്നെ ഇവിടെ ഇങ്ങനെ സൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. ഇവിടെ സ്ക്രോൾ ചെയ്താൽ വരുന്നതായിരിക്കും. ഞാനിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. അണ്ടു അടിച്ചാൽ അതങ്ങ് പോയിക്കോളും. പ്രത്യേകം ശ്രദ്ധിക്കുക, അണ്ടു അടിക്കുന്നത് ഇവിടത്താണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, അതിൽ തന്നെ ഇവിടെ
അത് പ്രസ് ചെയ്ത് ഞാൻ ഇപ്പോൾ പ്രസ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഇതുപോലെ കിട്ടും. ഇത് നമ്മളെ കീബോർഡിലെ ESC എന്നൊരു ബട്ടൺ കാണാം നിങ്ങൾക്ക്. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇത് പോയിക്കോളും. പിന്നെ എന്താ ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിലൊന്നുകൂടി ക്ലിക്ക് ചെയ്താൽ അത് പോയിക്കോളും. നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചതും കാര്യങ്ങളൊക്കെ പോയിക്കോളും. ഇനി നമുക്കിതാ ഈ വെറുതെ നെയിം കണ്ടാൽ പോരല്ലോ, ചെറിയ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രെയിം 2ലേക്ക് വരിക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ട്വിൻ ബോക്സ് കാണാം. അതിൽ റൊട്ടേഷൻ ട്വിൻ, സ്കെയിൽ ട്വിൻ എന്നൊക്കെ പറഞ്ഞ് കാണാം. അതിൽ സ്കെയിൽ ട്വിൻ എന്നൊരു ഓപ്ഷൻ കാണാം. ആ സ്കെയിൽ ട്വിൻ സെലക്ട് ചെയ്യുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ വരും. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പിക്ചറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെറ്റ് പ്രോപ്പർട്ടീസ്, നമ്മൾ കാറിൻ്റെ ടയറൊക്കെ കറക്കില്ല അതുപോലെ തന്നെ. അതിനുശേഷം ഇവിടെ ഇൻട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് കാണാം. എൻഡിങ് ഫ്രെയിം 30 തന്നെ. ഇൻട്രാക്ഷൻ ഇവിടെ 5 കൊടുത്തിട്ടുണ്ട്. ലൂപ്പ് എന്നൊക്കെ പറഞ്ഞ് കാണാം. അതൊന്ന് സേവ് ചെയ്ത് വെക്കുക. സേവ് ചെയ്തു. ഞാനത് നിങ്ങൾക്കൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അതിങ്ങനെ അങ്ങനെ കളിക്കുന്നത് കാണാം. അപ്പോൾ നമുക്ക് അനിമേഷൻ ആണല്ലോ, ഇതൊരു അനിമേഷൻ്റെ ഡിഫറെൻറ്റ് മോഡ്സ് ആണ്. അപ്പോൾ ഇത് മതി. നമുക്കിനി അടുത്ത സീൻ എടുക്കാം. സോറി, അത് ഫോൺ റിങ് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് അനിമേഷനിൽ തിരിച്ചു വരാം. പിന്നെ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇവിടെ കണ്ടില്ലേ നിങ്ങൾക്ക് സീനുകളായിട്ട് കാണുന്നത്. അതിൻ്റെ ഇവിടെ കുറച്ച് ഡോട്ട്സ് ആയിട്ട് കാണാം. അവിടെ നമ്മുടെ മൗസ് ഒന്ന് വെറുതെ കൊണ്ടുവെക്കുക. എന്നിട്ട് ഇങ്ങനെ വലിക്കാൻ നമുക്ക് ഫ്രെയിംസ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ വലിക്കാം ഒക്കെ ചെയ്യാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെയുണ്ട്, ഇഷ്ടംപോലെ ഓപ്ഷൻസ്. ഇങ്ങനെ ഈ കുത്തു പോയി കാണുന്ന സ്ഥലമൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് കൊണ്ടുവെക്കാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ട്. അതിന് ദിവസം നിങ്ങൾക്ക് പറഞ്ഞു തന്നതേ ഉള്ളൂ, നമ്മൾ അനിമേഷനുമായിട്ട് ബന്ധമേ ഇല്ല. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, ഇതിങ്ങനെ സൂമായി കളിക്കുന്നവരുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സീൻ ആഡ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു മനോഹരമായ ഫോറസ്റ്റ്, റിവർ ഒക്കെ കൂടിയുള്ളൊരു പിക്ചർ കൊണ്ടുവരണം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ അത് അവിടെ നിന്ന് എടുത്താൽ മതി. നമ്മൾ ഫ്രെയിം മോഡ് മാറ്റുന്നൊന്നുമില്ല, ഇതിൽ തന്നെ ചെയ്യുന്നത്. ഇമ്പോർട്ട് ബിറ്റ് മാപ്പ് എന്ന ക്രമത്തിൽ ചിത്രം കൊണ്ടുവരിക. പിന്നെ ചിത്രത്തിൻ്റെ പേരൊക്കെ ഓർഡറിൽ നിങ്ങൾ സേവ് ചെയ്തിടാം. എങ്കിലേ നിങ്ങൾക്ക് ഇവിടെ കയറി എടുക്കുമ്പോൾ കുറച്ച് എളുപ്പം ഉണ്ടാവുള്ളൂ. ഓക്കെ, സോറി, പിക്ചർ മാറിപ്പോയിട്ടുണ്ട്. ഇത് നമ്മളെ റോഡ് അനിമേഷൻ്റെ പിക്ചറായിരുന്നു. ഞാൻ ജസ്റ്റ് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ട് ബിറ്റ് മാപ്പ് എന്ന ക്രമത്തിൽ വരിക. അപ്പോൾ നമ്മുടെ പിക്ചർ കിട്ടിയിട്ടുണ്ട്, ഫോറസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പിക്ചർ. അപ്പോൾ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഇതൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇത് ഫിറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഒരു കാക്ക പറന്ന് വന്നിട്ട് ഇവിടെ നിന്ന് വെള്ളം കുടിക്കുന്ന ഒരു സീനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറേ ഇമേജസ് ആവശ്യമുണ്ട്. അതിന് എന്താ പറയുക, ഈ കാക്കയുടെ തന്നെ ഇഷ്ടംപോലെ ഇമേജ് ആവശ്യമുണ്ട്. അത് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അല്ലാണ്ട് വേറെ സ്ഥലത്തൊക്കെ കാണാൻ സാധ്യത കുറവായിരിക്കും. അപ്പോൾ നമുക്ക് കാക്കേൻ്റെ ഇമേജ് കൊണ്ടുവരണം. അതിന് മുമ്പ് നമുക്ക് ഈ ഫ്രെയിമുകൾ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. എത്ര ടൈം വരെ ഇതിങ്ങനെ നിൽക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിത് എക്സ്റ്റെൻഡ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ നിങ്ങൾക്ക് 3 ചതുരം കാണാം. അതിൽ എക്സ്റ്റെൻഡ് ഫ്രെയിം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകണം. ഞാനപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോവാണ്. ഞാനൊരു തൽക്കാലം ഒരു 30 കൊടുക്കുകയാണ്. 30-ൽ കുറവ് മതി, പക്ഷേ ആവശ്യം വന്നാലും വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് ലാസ്റ്റ് റിമൂവ് ചെയ്ത് കളയാലോ. ഇനി നമുക്ക് ക്രൗവിൻ്റെ ഇമേജ് കൊണ്ടുവരണം. അത് ഇമ്പോർട്ട് ബിറ്റ് മാപ്പ് എന്ന ക്രമത്തിൽ കൊണ്ടുവരിക. എവിടെയാണ് സേവ് ചെയ്ത് വെച്ചാൽ അപ്പോൾ ഓർഡറിൽ എടുക്കണം കേട്ടോ. പിക്ചർ എടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓർഡറിൽ എടുക്കണം, എങ്കിലേ നമ്മൾ കാക്ക പറക്കുന്ന ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു കാക്കയുടെ ഇമേജാണ്. പക്ഷേ അത് അത്ര അങ്ങോട്ട് ക്ലാരിറ്റി പോരാ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് കൊണ്ട് വെക്കുക. ഇവിടേക്ക് വെക്കുക. അപ്പോൾ നമ്മുടെ ഈ കാക്കയുടെ ഇമേജിനൊരു ക്ലാരിറ്റി പോരാ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, ബാക്ക്ഗ്രൗണ്ടിനെ എടുത്തിട്ട് സ്റ്റാറ്റിക് BG മോഡിലേക്ക് കൊണ്ടുവെക്കാൻ പോവുകയാണ്.
അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ അത് പോയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ക്രൗൺ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവെക്കാവുന്നതാണ്. ഇപ്പോൾ ആ ക്രൗൺ നന്നായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റാറ്റിക് ബി ജി മോഡിൽ വരണം. സ്റ്റാറ്റിക് ബി ജി മോഡിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ തിരിച്ച് ഫ്രെയിം മോഡിൽ വന്ന് നോക്കുമ്പോൾ ഈ ക്രൗണിൻ്റെ ഇമേജ് നല്ല ക്ലാരിറ്റിയിൽ ഇവിടെ വന്നിട്ടുണ്ടാവും. പിന്നെ സൈസൊക്കെ വേണമെങ്കിൽ അത്യാവശ്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വലുതായി കൊടുക്കുക. എന്നിട്ട് പിക്ചർ ഇവിടേക്ക് വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ പിക്ചർ വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് കുറച്ചുകൂടി എളുപ്പം. രണ്ടാമത്തെ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും സ്റ്റാറ്റിക് ബി ജി മോഡിൽ വെച്ചുകൊണ്ട് ഇതിലൊക്കെ കാണുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഫ്രെയിമിൽ നമ്മൾ രണ്ടാമത്തെ ക്രൗഡിൻ്റെ പിക്ചർ കൊണ്ടുവെക്കുക. ഇമ്പോർട്ട് ബിറ്റ്മാപ്പ് എന്ന ക്രമത്തിൽ ഓർഡറിൽ പിക്ചർ വെക്കുക, ഇല്ലെങ്കിൽ മിസ്റ്റേക്ക് ആവും. പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ആ കാക്കൻ്റെ ഒരു നേല് കാണാം. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ട് മുമ്പിലേക്കായിട്ട് ഇതിനെ കൊണ്ടുവെക്കുക. അതിനെ കൊണ്ടുവച്ചു. ഇനി അടുത്ത ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക. ഇമ്പോർട്ട് ബിറ്റ്മാപ്പ് എന്ന ക്രമത്തിൽ വീണ്ടും ഓരോ ഇമേജ് ഇങ്ങനെ കൊണ്ടുവെക്കുക. മൂന്നാമത്തെ ഇമേജും കിട്ടി, അതും ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ച് കൊടുക്കുക. കാക്കയുടെ തൊട്ട് മുമ്പിലായിട്ട് വെക്കുക. വെച്ചു. ഇനി അടുത്ത ഫ്രെയിം ബിറ്റ്മാപ്പ് എന്ന ക്രമത്തിൽ ഇതുപോലെ ഓർഡറിൽ നമുക്ക് 19 പിക്ചേഴ്സ് ഉണ്ട്. 19 പിക്ചേഴ്സും കൊണ്ടുവെക്കണം. കണ്ടോ, ഈ പിക്ചർ ഇവിടെയല്ല സേവ് ആയിട്ടുള്ളത്, ഇവിടെയാണ് സേവ് ആയിട്ടുള്ളത്. അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കട്ട് ചെയ്യുക. നാലാമത്തെ ഫ്രെയിമിൽ വരിക, റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി. അത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതും അതേപോലെ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് കൊണ്ടുവെക്കുക. ഇതേപോലെ ബാക്കിയുള്ള പിക്ചേഴ്സൊക്കെ കൊണ്ടുവെക്കുക. ഞാനത് പെട്ടെന്ന് കൊണ്ടുവെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിത് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകം വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ 19 ഫ്രെയിം മാത്രമല്ല, ഞാൻ കാണിച്ചു തരാം. ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ജസ്റ്റ് ഡെമോ ആയിട്ട് കാണിച്ചു തരാം. ഇത് ഫ്രെയിം പെർ സെക്കൻഡ് കുറയ്ക്കുമ്പോൾ അതിൻ്റെ സ്പീഡ് കുറഞ്ഞോളൂ. അത് നിങ്ങൾ നോക്കണ്ട. ലാസ്റ്റ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറയ്ക്കാം. ഇവിടെ കണ്ടില്ല, വെള്ളം കുടിക്കാൻ നിൽക്കുന്നത് പെട്ടെന്ന് ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കുക. വെള്ളം കുടിക്കാൻ ഇവിടെ നിൽക്കും. ആ ഒരു ഇത് നമ്മൾ 2 ഫ്രെയിമിൽ ഇടുന്നുണ്ട്. അതിനെന്ത് ചെയ്താൽ മതി എന്നറിയോ? ഇപ്പോൾ ഈ 14ാമത്തെ ഫ്രെയിം 15ാമത്തെ ഫ്രെയിമിൽ ഇവിടെ വെള്ളം കുടിക്കാൻ നിൽക്കുന്നുണ്ട്. അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക. പിന്നെ 16ാമത്തെ ഫ്രെയിമിൻ്റെ അവിടേക്ക് വെറുതെ മൗസ് വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി. മറ്റേ ഫ്രെയിം എവിടെയും പോകുന്നില്ല, അത് അടിയിലേക്ക് വന്ന് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ഇപ്പോൾ ഒരു 4 ഫ്രെയിം കൊടുത്തിട്ടുണ്ടാവും. ഈ കാക്ക വെള്ളം കുടിക്കുന്നത് മാത്രമായിട്ട് ഇതാ കണ്ടില്ലേ, കുറച്ച് നേരം നിന്നു, അതിന് പോയി. അത് ഇത്ര സ്പീഡൊന്നും ഉണ്ടാവില്ല FPS കുറയ്ക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് കാണിച്ചു തരാം. 20ാമത്തെ ഫ്രെയിമിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഇങ്ങനെയാണ് ചിറകടിച്ച് നിൽക്കുന്നത്. ഇനി ഇമ്പോർട്ട് ബിറ്റ്മാപ്പ് എന്ന ക്രമത്തിൽ പോയിട്ട് ഈ ചിറകടിയുടെ ബാക്കി ചിറകടി നമ്മൾ എടുക്കണം. അതായത് നമ്മൾ നേരത്തെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നേരത്തെ ഇതിലിങ്ങനെ വരുന്ന വഴിക്ക് ഇവിടെയും അതുപോലെ ചിറകടിച്ചിരുന്നു. ഇതുപോലെ ചിറകടിച്ചിരുന്നു. ഇത് കോപ്പി ചെയ്യുക. ഈ ചിറകടിയാണ് നമ്മൾ ലാസ്റ്റ്, അതായത് ഈ 8ാമത്തെ ഫ്രെയിമിലുള്ള ഈ കാക്ക നിൽക്കുന്നത് കണ്ടില്ലേ, ഇങ്ങനെയാണ് കാക്ക നിൽക്കുന്നത്. നിങ്ങൾ 21ാമത്തെ ഫ്രെയിം നോക്കൂ, അവിടെ അതുപോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ 8ാമത്തെ ഫ്രെയിമിന് ശേഷമുള്ളത് അങ്ങോട്ട് കോപ്പി ചെയ്ത് കൊണ്ടുവച്ചാൽ മതി. അപ്പോൾ ഈ 9ാമത്തെ ഫ്രെയിം എടുക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക. എന്നിട്ടാൽ ഇവിടെ 23ാമത്തെ ഫ്രെയിമിൽ പേസ്റ്റ് ചെയ്തേക്കുക. അപ്പോൾ 23ാമത്തെ ഫ്രെയിമിൽ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ കണ്ടില്ലേ, ഇവിടെ വന്ന് വെള്ളം കുടിച്ചു. അത് പിന്നെ ഒരു പറക്കലും കൂടി പറന്നു. അതുപോലെ നമുക്ക് പറന്ന് കൊണ്ടുപോകണം. അടുത്ത പറക്കലത്തെ ഇവിടെയായിരുന്നു ഉള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ബാക്കിയായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവെക്കണം, ഈ തുഞ്ചത്തായിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഫ്രെയിമിലേക്ക് അതേപോലെ തന്നെ 10ാമത്തത്, നേരത്തെ 8ൻ്റെ മുമ്പിലുള്ള 9 കോപ്പി ചെയ്ത് കൊണ്ടുവച്ചു. അതേപോലെ 10ാമത്തെ ഫ്രെയിം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടേക്ക് കൊണ്ടുവച്ച് കൊടുക്കുക. ആ ഓർഡറിൽ ഇങ്ങനെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടുന്ന് ഈ കാക്ക വന്നതാണ്, ഇങ്ങനെ വെള്ളം കുടിക്കുന്നു, കുറച്ചുകൂടി പറന്നു. അതേപോലെ നമ്മളിങ്ങനെ കൊണ്ടുവച്ച് പോകണം. ഇപ്പോൾ 10ാമത്തെ ഞാൻ കോപ്പി ചെയ്ത് കൊണ്ടുവച്ചു. ഈ 11ാമത്തും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അവിടെ വന്നിട്ടുണ്ടാവും. ഞാൻ ഒന്നുകൂടി പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇതവിടെ വരുന്നു, ഇവിടുന്ന് വെള്ളം കുടിച്ച് പറന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചെത്തുന്നുണ്ട്. അതായത് ഈ ഫ്രെയിമൊക്കെ 25ാമത്തെ ഫ്രെയിം വന്നിട്ടുള്ളത് ഇവിടെയാണ്. ഈ കാക്കേനെ പിടിച്ചത് ഇതിൻ്റെ മുമ്പിൽ നമ്മൾ കൊണ്ടുവെക്കണം. ഇതിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചേക്കുക. അതുപോലെ തന്നെ ഓരോ ഫ്രെയിമും ഇങ്ങനെ കോപ്പി ചെയ്ത് കൊണ്ടുവരിക. നമ്മളിപ്പോൾ 11ാമത്തെ ഫ്രെയിം എടുത്തു. ഇനി 12ാമത്തെ കോപ്പി ചെയ്യുക,
കോപ്പി ചെയ്തു. അത് ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്തേക്കുക. അത് ഇവിടെ വന്നിട്ടുണ്ട്. അത് തൊട്ട് മുമ്പിലേക്ക് ഇങ്ങനെ കൊണ്ടുവച്ച് കൊടുക്കുക. അതേപോലെ 13ാമത്തെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്ത എന്നിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്തേക്കുക. അതിവിടെ വന്നിട്ടുണ്ടാകും. സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് മുന്നോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അതുമായി 27ാമത്തെ ഫ്രെയിമിൽ വരുമ്പോൾ ഒന്നുകൂടി ഉണ്ടാവും. അതും കുറച്ച് ഇങ്ങനെ മുന്നോട്ട് വെച്ച് കൊടുക്കുക. ഇനി 14ാമത്തെ ഫ്രെയിമാണ്. 14ാമത്തെ ഫ്രെയിമും കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തേക്കുക. അത് നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് പറന്ന് വരുന്ന പോലെ ഉണ്ട്. അത് പേസ്റ്റ് ചെയ്ത് മുമ്പിൽ വെച്ചു. അതേ ഓർഡറിൽ 15ാമത്തും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്തേക്കുക. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇവിടെയും ആയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഇമേജ് ഇവിടെയൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കാക്കേനെ പിടിച്ചത് ഇങ്ങോട്ട് കൊണ്ടുവച്ച് കൊടുക്കുക, കുറച്ച് മുമ്പിലേക്ക് വെക്കുക. അതേപോലെ 16ാമത്തെ കോപ്പി ചെയ്തെടുക്കണം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക, ഇവിടെ വരിക, പേസ്റ്റ് ചെയ്തേക്കുക. അത് അവിടെ പേസ്റ്റ് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് കാണാൻ പേസ്റ്റ് ആയി. ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഇതാ കാക്ക വരുന്നു. ഇവിടെ നിന്ന് അത് പെട്ടെന്ന് എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. അതാണ് പെട്ടെന്ന് അവിടെ നിന്ന് മിന്നി കളിക്കുന്നത്. അത് നമുക്ക് 1ാമത്തെ ഫ്രെയിമിൽ നിങ്ങൾ നോക്കി വരണം. 1ാമത്തെ ഫ്രെയിമിൽ കാക്ക അവിടെ ഉണ്ട്, 2ാമത്തെ ഫ്രെയിമിലുണ്ട്, 3, 4, 5 ഇങ്ങനെ മുമ്പോട്ടാണ് പോകുന്നത്. ഇതാ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 11, 12 ഇതാ 12ാമത്തേൽ കണ്ടോ, അടുത്ത കാക്ക അവിടെയാണ്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഒരു കാക്ക ഇങ്ങനെ വരുന്നു. 9, 10, 11, 12ാമത്തേൽ ഇതാ കാക്ക ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഒരു നിഴൽ മാതിരി ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അവിടെയാണ് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുള്ളത്. കണ്ടില്ലേ, പെട്ടെന്ന് കാക്ക ഒറ്റയടിക്ക് അങ്ങോട്ട് പോയതാണ് ഇവിടുന്ന്. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ഫ്രെയിം തിരിച്ചിങ്ങോട്ട് തന്നെ വരുന്നു, പിന്നെയും പറക്കുന്നു. ഇത് നദിക്കരയിൽ വെള്ളം കുടിക്കാൻ ഇരിക്കുന്നു. എന്നിട്ട് പിന്നെ തിരിച്ച് പറക്കാൻ പോവാണ്. കുറച്ചൊന്ന് പൊന്തി, പിന്നെയും വീണ്ടും പൊന്തി, അങ്ങനെ പൊന്തി പോവാണ്. അത് ആ ഓർഡറിൽ പോകണം. അപ്പോൾ ഇങ്ങനെ പറന്ന് പോവാം. അതിനുശേഷം അടുത്ത ഫ്രെയിം ഏതാണെന്ന് വെച്ചാൽ അതും ഇതേപോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്ത് കൊണ്ടുപോവുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ഫ്രെയിം, പിന്നെ ഇവിടെ കൊണ്ടുവച്ച് പേസ്റ്റ് ചെയ്തേക്കുക. അപ്പോൾ അതാ പേസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ പേസ്റ്റ് ആയ സ്ഥലം നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഇതിൻ്റെ മുമ്പിലേക്ക് നമ്മൾ കൊണ്ടുവച്ച് കൊടുക്കണം. അത് കൊണ്ടുവച്ച് കൊടുക്കുക. കുറച്ച് പുറത്തേക്ക് വെക്കട്ടെ. അത് ഈ കാക്കൻ്റെ ചിറക് കുറച്ച് ഫ്രെയിമിൽ പുറത്തേക്ക് വെക്കുക. എങ്കിലേ കാക്ക പറന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് അവിടെ കാണിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതാ കാക്ക വരുന്നു, പറന്ന് വെള്ളം കുടിച്ച് പോകുന്നു. പിന്നെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ വന്ന് പെട്ടെന്ന് മിന്നുന്നുണ്ട്. അപ്പോൾ ആ മിസ്റ്റേക്ക് എന്താണെന്ന് നോക്കി കറക്റ്റ് ചെയ്യണം. ഇതാ കാക്ക ഇങ്ങനെ പറക്കുന്നുണ്ട്. ഇതാ പെട്ടെന്നാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്തേക്കുക, ആ ഫ്രെയിം അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തേക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിമൂവ് ഫ്രെയിം ചെയ്താൽ അത് അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. ഇനി ഒന്നും കൂടി പ്ലേ ചെയ്ത് നോക്കാം. റെഡിയാകുന്നു. എന്നിട്ടും ഉണ്ട് പെട്ടെന്നൊരു വിവരമുണ്ട്. ഞാൻ ചെയ്തതിൽ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്താൽ മതി. ഇതാ ഇവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളത്. പെട്ടെന്ന് തിരിച്ചു വരുന്നതാണ്. 12ാമത്തെ ഫ്രെയിം ഞാൻ റിമൂവ് ചെയ്തു. ഇനി ഒന്നൊരു പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാ വെള്ളം കുടിച്ച് പറന്നുപോയി. അപ്പോൾ അതാണ് നമ്മുടെ അനിമേഷൻ. എന്താ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി എക്സ്പോർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഫയൽ എക്സ്പോർട്ട് പ്രൊജക്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് MB4 എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് അടിക്കുക. സീൻ 1, 2, 3 എന്ന് നിങ്ങൾക്ക് കാണാം. ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് എല്ലാത്തിനെയും ഇങ്ങോട്ട് കൊണ്ടുവരിക. സീൻ 2നെയും കൊണ്ടുവന്നു, സീൻ 3നെയും ഇതുപോലെ ഇങ്ങോട്ട് കൊണ്ടുവരിക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക, എക്സ്പോർട്ട് ചെയ്തേക്കുക. എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ നിങ്ങൾക്ക് കാണാം FPS എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങളൊരു 5 ആക്കി കൊടുക്കുക. FPS ഞാനൊരു 5 ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് പേര്. അത് ഞാൻ അപ്പോൾ തൽക്കാലം ഡെസ്ക്ടോപ്പിലേക്കാണ് സേവ് ചെയ്യുന്നത്. നിങ്ങളുടെ പേര് ഇവിടെ അടിച്ചു കൊടുക്കുക. ഞാൻ തൽക്കാലം നേച്ചർ അനിമേഷൻ എന്ന് അടിക്കുകയാണ്. നേച്ചർ അനിമേഷൻ.
ഓക്കെ, എന്നിട്ട് സേവ് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ എക്സ്പോർട്ട് എന്നൊരു ബട്ടൺ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ആയിട്ട് ഇതാ ഡെസ്ക്ടോപ്പിലേക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ അതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇതാ പ്ലേ ചെയ്തു, നമ്മുടെ ഇമേജൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാ പെട്ടെന്ന് വന്നു ഇൻട്രോ വെൽക്കം ടു നേച്ചർ എന്ന ഇൻട്രോയും പറഞ്ഞു. അതിനുശേഷം നമ്മുടെ കാക്ക പറന്ന് വെള്ളം കുടിക്കാൻ വരുന്നതാണ്. ഇതാ നമ്മുടെ കാക്ക പറന്ന് വന്നു, ഇവിടെ നിന്ന് വെള്ളം കുടിക്കുന്നു. അതിനുശേഷം എന്താ തിരിച്ചു പോകുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്ര മതി, ബാക്കി അടുത്ത പാർട്ടിൽ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ട്യൂബിൽ ഇമേജ് എടുക്കുമ്പോൾ ഒരു സേവ് ചെയ്ത് കണ്ട് പിന്നെ എടുക്കുമ്പോൾ കിട്ടുന്നില്ല എന്ന് പലരും പരാതി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ സേവ് ചെയ്യണം. ഇപ്പോൾ ഇത് സേവ് ചെയ്തേക്കുക. പിന്നെ ഇത് സേവ് ചെയ്യുമ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാനുള്ള ട്രിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓളം എനേബിൾ ചെയ്തിട്ടേക്കുക, എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ബൈ ബൈ, സൈനിങ് ഓഫ്.